ഇതാണ് നമ്മളെ റോസ്മേരി. ഫസ്റ്റ് ഇപ്പോൾ ഒരാഴ്ച ഞാൻ തേച്ചു പറഞ്ഞില്ല ഗൈസ്. അപ്പം അന്ന് ഉണ്ടാക്കിയതാണ് ഈ ഒരു സാധനം ഞാൻ കാണിക്കേ. 100% റിസൾട്ട്. കാരണം ഞാൻ വെറും ഒരാഴ്ചയായിട്ടുള്ളൂ തേക്കാൻ. അപ്പം അത്ര അധികം ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടല്ലേ. അപ്പോൾ ഞാൻ തെളിവ് സഹിതമാണ് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കണതും തലയിൽ തേക്കണതും പിന്നെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഹായ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്നത്തെ വീഡിയോ റോസ്മേരി വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ റോസ്മേരി എന്താണെന്ന് അറിയാത്ത ആരെങ്കിലുമൊക്കെ അപൂർവമായിട്ടുണ്ടാവും. ഒരുവിധം എല്ലാവരും പറയും ഗൈസ് ഈ ഒരു ഭാഗത്ത് ഞാൻ മാത്രമുള്ള റോസ്മേരി ഉപയോഗിക്കാത്തത്. അപ്പോൾ എന്നോട് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, പിന്നെ മുടി കൊഴിച്ചിൻ്റെ കാര്യം പറഞ്ഞു റോസ്മേരിയുടെ ഒരു ഇല കിട്ടും, അത് വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ട് തലയിലും തേച്ച് നോക്ക്, അഥവാ ആൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പകുതി മുടി മുട്ടയടിച്ചോ പറഞ്ഞു കേട്ടോ. ചലഞ്ചായിട്ട് അങ്ങനെ പറയുമ്പോൾ എന്തായാലും നമ്മൾ ഏറ്റെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്നുള്ള. അപ്പോൾ റോസ്മേരിൻ്റെ ഇല നമുക്ക് 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 വേണ്ട 50 രൂപയൊക്കെ കൊടുത്താലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ ഗൈസ്. എല്ലാ ആയുർവേദ കടയിലും ഉണ്ടാവും. റോസ്മേരി ഓയിലുണ്ട്, പിന്നെ റോസ്മേരി വാട്ടർ. നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ റോസ്മേരിൻ്റെ വാട്ടറായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഫ് വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ വീട്ടിലുണ്ടാക്കിയതിന് ശേഷം തലയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 100% ഓക്കെയാണ് റിസൾട്ട്. വെറും ഒരാഴ്ചയായിട്ടുള്ളൂ തേക്കാൻ. അപ്പം അത്ര അധികം ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടല്ലേ. അപ്പോൾ ഞാൻ തെളിവ് സഹിതമാണ് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കണതും തലയിൽ തേക്കണതും പിന്നെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഒരാഴ്ച ഞാൻ തേച്ചു പറഞ്ഞില്ല ഗൈസ്. അപ്പോൾ അന്ന് ഉണ്ടാക്കിയതാണ് ഈ ഒരു സാധനം ഞാൻ കാണിക്കേ. കണ്ടോ, ഇതാണ്. ഇതിന് വെള്ളം എപ്പോഴും ഉണ്ട്. കുറച്ച് ഞാനൊന്ന് ചെറിയൊരു കുപ്പി വാങ്ങിയിട്ടുണ്ടേ. അപ്പോൾ അതിലാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അടിപൊളി മണമൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇതിലുണ്ട് ഓയിലല്ല വാട്ടർ. അപ്പോൾ ഞാനിതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇനി ഇതിപ്പോൾ എന്തായാലും എടുക്കില്ല, പുതിയതായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ വിചാരിച്ചിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഗൈസ് റോസ്മേരി ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ 100 ഗ്രാമാണ് വാങ്ങിയിട്ടുള്ളത്. 50 ഗ്രാമൊക്കെ കിട്ടും. കണ്ടോ, ശരിക്കും കാണിച്ചു തരട്ടെ ഗൈസ്. ഇതാണ് നമ്മളെ റോസ്മേരി. നല്ല അടിപൊളി മണമാണ് കേട്ടോ ഗൈസ്. ഇതാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വറ്റിച്ച് ഇതിനൊരു ഗ്ലാസ് വെള്ളമാക്കിയിട്ട് മാറ്റിയെടുക്കണം കേട്ടോ ഗൈസ്. അതിക്ക് ഏകദേശം 1 പിടി ഇത്രയാണ് ഞാൻ റോസ്മേരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇത്ര നമ്മൾ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരട്ടെ ഗൈസ്. ഇതേപോലെ ഒരു ബോട്ടിൽ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഗൈസ്. ഇതൊരു കാലി ബോട്ടിലാണ്. ഞാൻ ഈ വെള്ളം ആക്കിയതിന് ശേഷമാണ് കണ്ടോ, ഇതിൽ കുറച്ച് വെള്ളം അടിയിൽ കാണില്ലേ. അപ്പോൾ ഇതേപോലെ കാലി ബോട്ടിൽ വാങ്ങാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലും വാങ്ങാൻ കിട്ടും. സ്പ്രേ ബോട്ടിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം മസാജ് കിട്ടും. പക്ഷെ എന്നാലും ചെറുതായിട്ട് ഒന്നും കൂടെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ റെഡി ആക്കി കൊടുത്താൽ മതി. ഞാൻ കാണിക്കട്ടെ നിങ്ങൾ എങ്ങനെയാണ് തേക്കണമെന്നുള്ളത്. എന്തായാലും ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി തണുക്കട്ടെ. അതിന് ശേഷം കുപ്പിയിലാക്കണം. അപ്പോൾ ഞാനിപ്പോൾ പോസ്റ്റ് ഓഫീസിലൊക്കെ പോയി വന്നതിന് ശേഷം അങ്ങനെ ഡ്രസ്സും കൂടെ മാറിയിട്ടില്ല ഗൈസ്. പൊരിഞ്ഞ ചൂടാണ് ഇവിടെ, പെരും ചൂടാണ്. അപ്പോൾ ആ ചൂടിൻ്റെ ഒരു ഇതിലിങ്ങനെ വന്ന് കയറി പിന്നെ അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് വേഗം വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ. ഇതിങ്ങനെ തിളച്ച് വരുന്ന ടൈമിൽ തന്നെ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ റോസ്മേരി ഉലുവയൊക്കെ നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കാം. കണ്ടോ, ഇതാണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് എങ്ങനെയാണ് ഞാൻ തലയിൽ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇവിടെയൊക്കെ ചെറിയ മുടികൾ ഒരുപാടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി
ജസ്റ്റ് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിക്കട്ടെ ഗൈസ്. ഫസ്റ്റ് നമ്മൾ ഏത് എണ്ണയാണോ തേക്കണം ആ എണ്ണ തേക്കണം. അപ്പോൾ ഞാനിപ്പോൾ നീരർത്തിട്ടുള്ള എണ്ണയുണ്ട് ഗൈസ്. ഇത് കഞ്ഞുണ്ണി, നെല്ലിക്ക, അതേപോലെ നീലമരിയൊക്കെ ഇട്ട് നീരർത്തിട്ടുള്ള ഒരു എണ്ണയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് തലയിൽ നിന്ന് ഇതേപോലെ തേച്ച് കൊടുക്കാം. ഈ റോസ്മേരി എങ്ങനെ തേക്കണേ കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മളെ റോസ്മേരി വാട്ടർ. ഞാൻ ഈ കുപ്പിക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ഗൈസ്. ജസ്റ്റ് ഇതൊന്ന് അടച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ റോസ്മേരീൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഒറ്റ പ്രാവശ്യമല്ല ഗൈസ്, ഒരു പ്രാവശ്യം റോസ്മേരി വാങ്ങിയതിന് ശേഷം 1 മാസത്തേക്കെങ്കിലും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൊണ്ടു. ജസ്റ്റ് ഒരാഴ്ച തേക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. 100% ഞാൻ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒറ്റ പ്രാവശ്യമെങ്കിലും റോസ്മേരി വാങ്ങിയതിന് ശേഷം ഇതേപോലെ ഉണ്ടാക്കി നോക്കൊണ്ടു. പിന്നെന്താ പറയുക, ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒപ്പം തന്നെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതി അറിയിക്കണം. പിന്നെ ആരും തന്നെ റോസ്മേരി മെഡിക്കൽ ഷോപ്പുകളിൽ പോയിട്ട് ചോദിക്കരുത് ഗൈസ്. ആയുർവേദ കടയിൽ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഞാൻ ഫസ്റ്റ് പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ റോസ്മേരി ചോദിച്ചപ്പോൾ എന്താ പറയുക, ഒരിക്കൽ ഇതിൻ്റെ പേരോ അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു അവസ്ഥയായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറയണത്, ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്. അല്ലാതെ നമ്മൾ സാധാ ഇംഗ്ലീഷ് മരുന്നിൻ്റെ മെഡിക്കൽ ഷോപ്പിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്ത് പറയണേ. പിന്നെ ഈ ഒരു ചീപ്പ് കൊണ്ട് നമുക്ക് ഇതേപോലെ റോസ്മേരി തേച്ച് കൊടുക്കുമ്പോൾ തലയ്ക്ക് നല്ലൊരു മസാജും കൂടിയാണ് കിട്ടുന്നത്. കാരണം ഈ ഒരു കുപ്പി വാങ്ങുമ്പോൾ അത്രയും അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയുള്ളൂ കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ റോസ്മേരി നെറ്റിയുമൊക്കെ ആകുമ്പോൾ നല്ല പേടിയുണ്ട് ഗൈസ്. കാരണം ഇവിടെയൊക്കെ ചിലപ്പോൾ മുടി വളരാൻ സാധ്യതയുണ്ട്. സത്യം പറയണം. കാരണം നിങ്ങളൊന്നും ഒരുപക്ഷെ ചിലപ്പോൾ ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല കേട്ടോ. കാരണം 100% റിസൾട്ടാണ്. എൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് തല മുട്ടയടിക്കും പറഞ്ഞു. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ വന്നോളി പറഞ്ഞു. പക്ഷേ റിസൾട്ട് അടിപൊളിയാണ് ഗൈസ്. ഞാനതാണ് സമയം കൂടെ നോക്കാതെ. ഇപ്പോൾ ഇവിടെ സമയത്ത് 2 മണിയാണ്. നീരിറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഒരു വെയിലത്ത് ഹെൽമെറ്റും വെച്ച് ഇങ്ങോട്ട് വന്ന് ഹെൽമെറ്റ് തലേന്ന് ഊരിയതിന് ശേഷം നേരെ റോസ്മേരി റെഡിയാക്കാനാണ് നിന്നേ. അപ്പം അത്രയധികം കോൺഫിഡൻസോട് കൂടിയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ ഇത് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 100% റിസൾട്ട് കിട്ടിയിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് താരം വെറുതെ തള്ളിക്കളയായിട്ട് മുടി കൊഴിച്ചിട്ട് താരൻ അതുപോലെ മുടി വളരെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ചോളൂ. ഞാനെന്തായാലും 1 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കട്ടോ. മുടീൻ്റെ മുടി പക്ഷേ ആദ്യം മുടി ഉണ്ടായിരുന്നു, നല്ല മുടി ഉണ്ടായിരുന്നു. അത് പോയതിന് ശേഷം പിന്നെ പറ്റും കണ്ട കൊറോണയിലാണ് ഈ കൊലം മുടിയായത്. അപ്പോൾ പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് ഇതൊന്ന് കിട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിനിപ്പോൾ ഞാൻ വേറെ 1-2 ടിപ്പും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഏതായാലും റോസ്മേരി അടിപൊളിയാണ്. കാരണം ഈ കുഞ്ഞു മുടികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി റോസ്മേരി തേച്ചതിന് ശേഷം. അപ്പോൾ ശരി കേട്ടോ.